ഡെറിവേറ്റീവിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സൈൻ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. ഇയുടെ പവർ ഏത് വന്നാലും ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. അപ്പം ഇ റേസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എസ് സ്ക്വയറോടെ വരും. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. ആദ്യം എന്താണ്? ഇയുടെ പവർ ഏത് വന്നാലും ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. അപ്പം ഇ റേസ് ടു എക്സ് ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു എസ് സ്ക്വയർ പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതുക. ദെൻ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ എസ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ദെൻ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല.